إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله അള്ളാഹുവിൻ്റെ കാരുണ്യവർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാം. ചിന്തിക്കാനും പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനുമാണ് നമുക്ക് ലഭിക്കുന്ന ഏത് അനുഗ്രഹവും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ പരാതിപ്പെട്ടു, യാ അമീറൽ മുഅ്മിനീൻ ഖഹത്തൽ മത്തറു വഖനത്തൻ നാസ്. ഇതാ മഴയില്ലാതെ വരൾച്ചയും മറ്റുമായി ജനങ്ങൾ പ്രയാസപ്പെടുന്നു, അവർ നിരാശയിലാണ്. അങ്ങനെ ഒരു മഴ പെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, മുത്തിർത്തും, നിങ്ങൾക്കിതാ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ ലഭിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലെ 28-ാമത്തെ വചനം അദ്ദേഹം അവരെ ഓതി കേൾപ്പിച്ചു. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയ്യുൽ ഹമീദ്. അവർ നിരാശയിലായ ശേഷം അല്ലാഹുവദ അവർക്ക് അവന്റെ കാരുണ്യമായ മഴ വർഷിച്ചിരിക്കുന്നു, അവൻ സുസ്ഥിർഹവാനും സത്യവിശ്വാസികളുടെ രക്ഷകനുമാണ് എന്ന വചനത്തിലൂടെ അറിയിച്ചു. സൂറത്തു റൂമിൽ കാണാം, വഇൻ കാനൂ മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ. ആ മഴ അവർക്ക് വർഷിക്കുന്നതിന് മുമ്പ് അവർ ആശയറ്റവരായിരുന്നു എന്ന്. ഈ കൊല്ലം മഴയുണ്ടാകില്ലേ, എന്തൊരു ചൂടാണ് എന്ന് പരാതിപ്പെട്ടതിനിടക്ക് അള്ളാഹു അവന്റെ അനുഗ്രഹം ചൊരിഞ്ഞു നമ്മിലേക്ക്. ഏതൊരനുഗ്രഹവും എന്തിനാണ് എന്ന് ചിന്തിക്കാനും അവ അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്തുകളിൽ സജ്ജമായി അവന് നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ നമ്മെ പ്രാപ്തനാക്കുകയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് നാം തിരിച്ചറിയണം. ബലില്ലാഹ ഫഅ്ബുദ് വകും മിനശ് ശാക്കിരീൻ. നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് അവന് നന്ദിയുള്ളവരിൽ ഉൾപ്പെടുക എന്നാണ് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂൽ യബ്ന ആദം തഫറഗ് ലിഇബാദതി അംലഉ സദ്റക ഗിന വഅസുദ്ദു ഫഖറക വഇല്ലാ തഫ്അൽ അംലഉ യദൈക ശുഗ്ല വലം അസുദ്ദ ഫഖറക. അല്ലാഹു പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത്, മനുഷ്യ നീ
എനിക്ക് ഇബാദത്തിൽ മുഴുകാൻ ഒഴിഞ്ഞിരിക്കണം. അത് നിനക്ക് നഷ്ടക്കച്ചവടമല്ല, നിനക്ക് മനസ്സമാധാനം നിറയെ നൽകാനും നീ ഭയപ്പെടുന്ന ദാരിദ്ര്യം ഇല്ലാതെയാക്കാനും അതുവഴി എനിക്ക് സാധിക്കും. നീ അതിന് മുതിരുന്നില്ലെങ്കിൽ നിന്റെ ഇരുകരങ്ങളിലും ജോലിത്തിരക്ക് നടക്കുകയും നീ എത്ര അധ്വാനിച്ചാലും നിന്റെ ദാരിദ്ര്യം നിന്നെ വിട്ടുപോകാത്ത അവസ്ഥ വരും എന്നാണ് അള്ളാഹു അറിയിച്ചത്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും സംഗമിക്കുന്ന ഏറ്റവും പുണ്യമായ ദിനങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഹജ്ജ് കർമ്മത്തെക്കുറിച്ചും ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന മക്ക എന്ന പവിത്ര രാജ്യത്തെക്കുറിച്ചും ഏതൊരു മുസ്ലിമും ചിന്തിക്കുന്ന സമയമാണിപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് എന്ന ഇബാദത്ത് നിർവഹിക്കുന്ന ഒരാളെക്കുറിച്ച് പഠിപ്പിച്ചു, വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ അവന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ് കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദി വദ്ദഹബി വൽ ഫിദ്ദ. നിങ്ങൾ ഹജ്ജും ഉംറയും തുടർത്തി ചെയ്യുക. അവ രണ്ടും ഉലയിലിട്ട് ഇരുമ്പും സ്വർണവും വെള്ളിയും ചൂടാക്കുമ്പോൾ അതിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടും പോലെ ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ഒരു സത്യവിശ്വാസിയിൽ പാപങ്ങൾ കഴുകിക്കളയാനും അവന്റെ ദാരിദ്ര്യത്തെ അവനെ തൊട്ട് ഇല്ലാതെയാക്കാനും അത് മുഖേന സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഹജ്ജ് ചെയ്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആ ഹജ്ജ് കർമ്മം ചെയ്തവരെന്ന നിലക്ക് മരണം വരെയുള്ള ഐഹിക ജീവിതത്തിൽ ആ വിശുദ്ധ ഹജ്ജിലൂടെ നേടിയ വിശുദ്ധമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഏറ്റവും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷിയുണ്ടായിട്ടും ആ പുണ്യനഗരം കാണാനോ ആ വിശുദ്ധ ഭൂമിയിലെത്താനോ പരിശ്രമിക്കാത്തവരുണ്ട്. അവരെത്രയും വേഗം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടത് ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ അതിനുവേണ്ടി ധൃതിപ്പെടട്ടെ. ഫഇന്നഹു യംറദുൽ മരീളു വതളില്ലുൽ ളാല്ലതു വതഅരിലുൽ ഹാജതു. കാരണം രോഗം വരാം. ഒരു രോഗം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഐഹിക ജീവിതത്തിലെ എല്ലാ സുഖ ലോലുപതകളും നമ്മുടെ മുമ്പിൽ അവസാനിക്കുകയാണ്. അതുപോലെ വഴിതെറ്റാം. ഒരുപക്ഷെ ഹജ്ജിനുള്ള യാത്രാ സൗകര്യങ്ങൾ നഷ്ടപ്പെടാം. ഈ കൊല്ലം നമ്മുടെ രാജ്യത്ത് നിന്ന് 1,00,000 ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം നഷ്ടപ്പെട്ടു. ഇതുപോലുള്ള അവസരങ്ങൾ വരാം. വതഅരിലുൽ ഹാജ, സമ്പത്ത് ചെലവഴിച്ച് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാം. അതൊക്കെ വരുന്നതിന് മുമ്പ് ഹജ്ജ് കർമ്മം വേഗം ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ ആ പുണ്യ മക്ക കാണാനോ ആ പുണ്യമണ്ണിൽ കാലുകുത്താനോ കഴിയാത്ത മനോവിഷമം അറിയിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വല്ലാഹു ദുൽ ഫളിൽ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ഫളൽ, അവന്റെ ഔദാര്യം നൽകാൻ കഴിവുള്ളവനാണ്. വിശുദ്ധ മക്കയെക്കുറിച്ചും ഹജ്ജ് കർമ്മങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ധാരാളം ദൃഷ്ടാന്തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. മക്കയെന്നും ബക്കയെന്നും ഉമ്മുൽ ഖുറ എന്നും ബലദുൻ അമീൻ എന്നൊക്കെ അള്ളാഹു വിശേഷിപ്പിച്ച ആ പുണ്യപ്രദേശമാണ് മക്ക.
ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. ഖുർആൻ അവതരിച്ചതിന്റെ ലക്ഷ്യം പറഞ്ഞപ്പോ ഈ ഉമ്മുൽ ഖുറ എന്ന ഈ പ്രദേശത്തിനും ലോകത്തതിന്റെ ചുറ്റിലും കഴിയുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് താക്കീത് നൽകാനാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തി. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഇതാ ഈ മക്ക എന്ന രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു, മുഹമ്മദ് നബിയെ താങ്കൾ ഈ മക്ക നിവാസിയാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. തീനും സൈത്തൂനും സീനാ പർവ്വതവും അതൊക്കെ സത്യം പിടിച്ചു പറഞ്ഞ് വഹാദൽ ബലദിൽ അമീൻ, ഇതാ നിർഭയമായ ഈ രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. ലോകത്ത് മനുഷ്യർക്ക് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ബക്ക എന്ന രാജ്യത്തെ ഭവനം അത് അനുഗ്രഹീതമാണ്. ലോകർക്കതിൽ സന്മാർഗമുണ്ട്, അതിലൊട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. വമൻ ദഖലഹു കാന ആമിന. ആരവിടെ പ്രവേശിച്ചോ അവൻ പൂർണ്ണമായും നിർഭയനായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ആ മക്ക എന്ന പ്രദേശത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് എന്ന് നാം അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന വേളയിൽ മക്കയിലേക്ക് നോക്കി റസൂലുള്ള മനോവിഷമത്തോടെ പറഞ്ഞു, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹി അസ്സ വജൽ. അല്ലാഹു തന്നെയാണ് സത്യം. ഇതാ ഈ മക്ക എന്ന ഈ രാജ്യം ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ പുണ്യമുള്ള രാജ്യമാണ്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമാണ് ഈ രാജ്യം. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. ഇതാ എന്നെ ഈ നാട്ടുകാർ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ നാട് വിട്ടൊരിക്കലും ഞാൻ പുറത്തു പോകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മാത്രവുമല്ല മറ്റൊരു ഹദീസിൽ ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ ഇല്ലാ മക്ക വൽ മദീന. ഒരു രാജ്യവുമില്ല, ദജ്ജാൽ കാലുകുത്താത്ത ഒരു രാജ്യവുമില്ല, എന്നാൽ മക്കയും മദീനയും ഒഴികെ. മക്കയും മദീനയും ദജ്ജാലിന് കടക്കാൻ കഴിയാത്ത അവന് നിഷിദ്ധമായ രാജ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു നേരത്തെ ഫർളാവട്ടെ സുന്നത്താവട്ടെ അവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിന്റെ പ്രതിഫലം വസ്വലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാം അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു. ഭൂമിയിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള മസ്ജിദുകളിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന ഏതൊരു നമസ്കാരമുണ്ടോ, ഫർളാവട്ടെ സുന്നത്താവട്ടെ, ആ നമസ്കാരം ആ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിർവഹിക്കപ്പെടുമ്പോൾ 1,00,000 ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത്. അവിടെ വ്യക്തമായ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹജറുൽ അസ്വദിന്റെ പ്രത്യേകത പലർക്കും അറിയില്ല. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണ്. നസലൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിയപ്പെട്ട, ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട കല്ലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് കരുതി അതിനെന്തെങ്കിലും ദിവ്യത്വം ചാർത്തുന്ന സമ്പ്രദായം ഒരുപക്ഷെ പാമരന്മാരായ അവിടെ എത്തുന്ന മുസ്ലിമീങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്ന പ്രവാചക ചര്യ നിർവഹിച്ചപ്പോൾ ആളുകൾ കേൾക്കെ ഹജറുൽ അസ്വദ് ചുംബിച്ച ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞത് കാണും, ഇന്നകി ഹജർ ഫലൗലാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുകി മാ ഖബ്ബൽതുകി. ഇതാ ഹജർ, ഈ ഹജറുൽ അസ്വദ് ഒരു കല്ല് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ
നിന്നെ ചുംബിക്കാൻ ഈ ഉമറിനെ കിട്ടില്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ആ ഹജറുൽ അസ്വദിലൂടെ നന്മ പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ തിന്മകളെ തടുക്കാനോ പരീക്ഷണങ്ങളെ തടുക്കാനോ സാധിക്കുമെന്ന വിചാരം അത് ശിർക്കിന്റെയും കുഫറിന്റെയും വിശ്വാസമാണ് എന്നാണ് അതിലൂടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ചര്യയെ പിൻപറ്റുക മാത്രമായിരിക്കണം അതിലൂടെ നിർവഹിക്കേണ്ടത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. സംസം വെള്ളം ലോകത്ത് ഏറ്റവും അത്ഭുതകരമായ വെള്ളമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന പറയാവുന്ന വെള്ളമാണ് സംസം. ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം. ഈ ഭൂമുഖത്തു തന്നെയുള്ള വെള്ളത്തിൽ ഏറ്റവും ഉത്തമമായ വെള്ളമാണ് സംസം വെള്ളം. ഫീഹി ത്വആമും മിനത് തുഅമി. അത് നല്ല ഒരു ഭക്ഷണമാണ്. വെള്ളത്തെക്കുറിച്ച് പാനീയം എന്ന് പറയാതെ വെള്ളത്തെക്കുറിച്ച് ഭക്ഷണമെന്നാണ് പ്രയോഗം. മഹാനായ സ്വഹാബി അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ മക്കയിൽ വരുന്നുണ്ട്. അദ്ദേഹം മക്ക താഴ്വരകളിൽ ഒരു മാസക്കാലം കഴിഞ്ഞുകൂടി. ഒരു ഭക്ഷണവും കഴിക്കാൻ ലഭിച്ചില്ല അദ്ദേഹത്തിന്. അദ്ദേഹം മുസ്ലിമായി. നിങ്ങൾ എങ്ങനെയാണ് മക്കയിൽ കഴിഞ്ഞുകൂടിയത് ഇത്രയും കാലമെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ശരിബ്തു മാ സംസം, ഈ ഒരു മാസക്കാലം സംസം വെള്ളം മാത്രമാണ് ഞാൻ കുടിച്ചത്. അങ്ങനെ ഞാൻ തടിച്ചു കൊഴുത്തു. എന്റെ ശരീരത്തിന് ആ കാലത്ത് ഒരു രോഗവും വന്നിട്ടില്ല എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതാണ് ത്വആമും മിനത് തുഅം. ഏറ്റവും നല്ല ഭക്ഷണമാണ് സംസം വെള്ളം. വശിഫാഉം മിനസ് സുഖം. രോഗശമനമാണ് സംസം വെള്ളം. മാഉ ബറക. അനുഗ്രഹിക്കപ്പെട്ട വെള്ളമാണ് മാഉ സംസം. മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം അത് എന്തൊരു നിയ്യത്തോടെയാണ് കുടിക്കുന്നത് അത് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് പ്രത്യേകിച്ചും നിത്യേന എന്നോണം ആ മക്ക എന്ന പ്രദേശം ലക്ഷ്യമാക്കി ഹജ്ജിനും ഉംറക്കും പോകുന്നത് എന്ന് നമുക്ക് ബോധ്യമാണ്. അവർക്കാർക്കും ഒരു ഭക്ഷണവും അവിടെ കിട്ടിയില്ലെങ്കിൽ സംസം വെള്ളമെന്ന അള്ളാഹുവിന്റെ റസൂൽ ഈ വിശേഷണങ്ങൾ പറഞ്ഞ ആ വെള്ളം മതി അവർ തിരിച്ചു വരുവോളം അവിടെ ജീവിച്ച് കഴിച്ചു കൂട്ടാൻ എന്നത് തന്നെ അതൊരു ദൃഷ്ടാന്തമാണ്. അത് അള്ളാഹുവിന്റെ മഹത്തായ ഫളലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് സമ്പത്തും ആരോഗ്യവുമുള്ള ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാതെ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതോടൊപ്പം ആ പ്രദേശത്ത് കാലുകുത്തുകയും അവിടെ രാപ്പകലുകൾ കഴിച്ചുകൂട്ടി ജീവിതം ആരംഭിച്ചവർ അവിടെ പോയവനാണ് എന്ന ആ ബോധ്യത്തോടെയായിരിക്കണം ജീവിതത്തിൽ ഇനി ജീവിക്കേണ്ടത്. ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അവിടെ എത്തിപ്പെടാതെ മനോവിഷമത്തിൽ കഴിയുന്ന ആളുകളെ കാണാം. അവർ ദുആ ചെയ്യുക മാത്രമാണ് പരിഹാരം. അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് നൽകി നമ്മളെ ധന്യനാക്കുന്നത് എന്നാണ് അവരെ ഉപദേശിക്കാനുള്ളത്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഹജ്ജ് ചെയ്തു, എന്റെ ഭാര്യയ്ക്ക് അതിനുള്ള അവസരമൊരുക്കി, എന്റെ മുഴുവൻ മക്കളെയും വിശുദ്ധ മക്കയും വിശുദ്ധ മദീനയും കാണിക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ വലിയൊരു സമ്പന്നനൊന്നുമല്ല, പക്ഷെ ഉള്ള സമ്പത്ത് കൊണ്ട് എന്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ ആ പ്രദേശത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എത്രയെത്ര പണക്കാരുണ്ട്, സമ്പത്തുള്ളവരുണ്ട്. അവർ സമയമായിട്ടില്ല എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ തൊട്ടു മുന്നിലുള്ളത് മാരക രോഗമാണ്. അള്ളാഹു മാരക രോഗത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ തൊട്ടു മുമ്പിലുള്ളത് ഒരാൾക്കും നമ്മെ രക്ഷിക്കാൻ കഴിയാത്ത മരണമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പ് ഏതൊക്കെ ബാധ്യതകളാണ് നിർവഹിക്കാനുള്ളത് അത് നിർവഹിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അശ്ശിതാഉ ഗനീമത്തുൽ ആബിദീൻ. ശൈത്യകാലം
തണുപ്പുകാലം അത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ് എന്ന്. വല്ലൈലു ത്വീലുൻ ലിൽ ഖിയാം, രാത്രി ദീർഘമായി ലഭിക്കുന്നുവെങ്കിൽ അത് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവർക്കുള്ള അവസരമാണ്. വന്നഹാറു ഖസീറുൽ ലിസ്സിയാം, രാത്രി ദൈർഘ്യമാകുമ്പോൾ പകൽ സ്വാഭാവികമായും ദൈർഘ്യം കുറയും, അത് നോമ്പെടുക്കുന്നവർക്കൊരവസരമാണ്. വൽ മത്തറു യൻസിലു ലിദ്ദുആ, മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു, ആ സമയം പ്രത്യേക പ്രാർത്ഥനയ്ക്ക് അവസരമാണ് എന്നാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹീന യൻസിലുൽ മത്തർ എന്നാണ്. മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഐഹികവും പാരത്രികവുമായ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നർത്ഥം. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വൽ ജവ്വു ഹാദിഉൻ ലിഖിറാഅത്തിൽ ഖുർആൻ, അങ്ങനെ തണുപ്പുള്ള നല്ല ശാന്തമായ അന്തരീക്ഷം ലഭിക്കുമ്പോൾ അത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനും പറ്റിയ നല്ല അവസരമാണ് എന്നാണ്. പലരും ചോദിച്ചു, ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റുമോ എന്ന്. പറ്റും എന്നാണ് അതിന്റെ ഉത്തരം. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, ഈ 10 ദിവസത്തെക്കാൾ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഈ 10 ദിവസങ്ങളിൽ ചെയ്യലാണ് എന്ന്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള യുദ്ധമോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞത്, അതേ, യുദ്ധവും അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. എന്നാൽ ഒരാൾ തന്റെ ശരീരവും തന്റെ സമ്പത്തുമായി യുദ്ധത്തിന് പുറപ്പെടുകയും അവൻ തിരിച്ചു വരാത്ത ഒരവസ്ഥ, അങ്ങനെ ഷഹീദായാൽ അവന് പ്രത്യേകതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നോമ്പ് വർദ്ധിപ്പിക്കാം. തുടർച്ചയായി നിത്യവുമില്ലെങ്കിലും 1, 2, 3 നോമ്പെങ്കിലും വർദ്ധിപ്പിക്കാം. ഇടയ്ക്കിടെ നോമ്പ് വർദ്ധിപ്പിക്കാം. ഹജ്ജിന് പോയി മക്കയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അവർക്കും 1 മുതൽ 8 വരെ വേണമെങ്കിൽ അവിടെ വെച്ച് നോമ്പ് അനുഷ്ഠിക്കാം, നമുക്കും നിർവഹിക്കാം. ഇനി ഇതൊന്നുമില്ല, അറഫ എന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട നോമ്പ്, അത് നമ്മൾ ഒരിക്കലും ആരോഗ്യമുള്ള ഒരാളും അത് ഉപേക്ഷ വരുത്തരുത്. ഒരു പ്രബലമായ സുന്നത്താണെങ്കിലും നമ്മളത് ആ നോമ്പെടുക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ കാണും, സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. റസൂലുള്ള പറഞ്ഞു, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയ ഒരു വർഷം, മുന്നിൽ വരാനിരിക്കുന്ന ഒരു വർഷം, നമ്മുടെ പിന്നിൽ കഴിഞ്ഞു പോയൊരു വർഷമുണ്ട്, ഇനി വരാനിരിക്കുന്ന ഒരു വർഷമുണ്ട്. ഈ 2 വർഷങ്ങളിലെ ചെറുദോഷങ്ങളൊക്കെ ആ ഒരൊറ്റ ദിവസത്തിലെ നോമ്പ് കൊണ്ട് മായ്ക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് അറഫ നോമ്പ് ആരോഗ്യമുള്ള ഒരാളും ഉപേക്ഷ വരുത്താതിരിക്കുക, കുട്ടികൾ അതിന് ശീലിപ്പിച്ചെടുക്കുക എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സാമീപ്യം നേടിയെടുത്ത് ജീവിക്കുന്ന, അവന്റെ തൃപ്തി നേടി മരിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اعتقنا من النار. ربنا اغفر لنا ولوالدينا ولا تزد الظالمين إلا تبارا. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.